ഓണ ആഘോഷിച്ചാൽ എന്താന്നൊരു അഭിപ്രായം പറഞ്ഞു. അതൊക്കെ വിശദമായി മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ്. എന്നാലും സാന്ദർഭികമായി അതൊന്ന് ഉണർത്തുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. നമ്മളൊരു കാര്യം എല്ലാവരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, നമ്മളെ മക്കളെ പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിച്ച് അവരെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരായ 10, 15, 20, 18, 17 ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ വിവരമില്ല, ആലിമീങ്ങളുമായിട്ട് ബന്ധമില്ല, സുന്നി പ്രസ്ഥാനവും സുന്നി സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്നവരല്ല എന്നതുകൊണ്ട് എന്തും ആവാം, മദ്രസയിൽ നിന്ന് കഴിഞ്ഞും ചെയ്തു വേറെ ആരെയും അവർക്ക് പേടിക്കാനും ഇല്ലാത്തൊരവസ്ഥയിലുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ദിശാബോധവും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന്. അള്ളാഹുവിനെ അവർക്ക് പേടിയില്ല, രക്ഷിതാക്കളെ നാട്ടുകാരനവന്മാരെ അവർക്ക് ബഹുമാനമില്ല, ആരും നമ്മളോട് ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ഒരു വല്ലാത്ത അഹങ്കാരം കുറെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു. അതിന് കുറെ കണക്കിൽപ്പെടാത്ത കാശ് അവരുടെ കയ്യിൽ വന്നു ചേരുകയും ചെയ്യുന്നു എന്നത് ദുഃഖസത്യമാണ്. സ്കൂളിലും കോളേജുകളിലും ഒക്കെ പോകുന്ന കുട്ടികൾ പോലും ഒഴിവു ദിവസങ്ങളിൽ ജോലി ചെയ്ത് നന്നായി കാശ് സമ്പാദിച്ച് അനാവശ്യമായ, അനാശാസ്യമായ, അനിസ്ലാമികമായ മാർഗങ്ങളിലേക്ക് പണം ചെലവഴിച്ച് ഇത്തരം ദൂർത്തുകളിലും അനിസ്ലാമികമായ പ്രവർത്തനങ്ങളിലും അവർ ഇടപഴകുന്ന ദുഃഖസത്യം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാട്ടിലെ മഹല്ല് കാരണവന്മാര്, അതുപോലെ തന്നെ ഖാദിമാര്, മുദരിസ്മാര്, സദറുസ്താദന്മാര് ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ഉണർത്തിയ ഒരു കാര്യമുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, മൻ കസ്സറ സവാദ ഖൗമിൻ ഫഹുവ മിൻഹും. രണ്ട് ഹദീസുകൾ നമ്മുടെ നെഞ്ഞിലേക്ക് തറഞ്ഞു കയറുന്ന കൂരമ്പുകളാണ്. എന്താണത്? മൻ കസ്സറ സവാദ ഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സംഘത്തിന്റെ അംഗബലം ആരെങ്കിലും വർദ്ധിപ്പിക്കാൻ ഇടവന്നാൽ അവനെ അക്കൂട്ടത്തിലാണ് എണ്ണപ്പെടുക എന്ന് പറഞ്ഞാൽ വഹാബികളുടെ ക്ലാസ് കേൾക്കാൻ പോവുക, അതുപോലെ തന്നെ ഗീബത്ത് നമീമത്ത് പറയുന്നവരുടെ ക്ലാസ് കേൾക്കാൻ പോവുക, അതുപോലെ തന്നെ വലാലത്തിന്റെയും കുഫ്രിയത്തിന്റെയും സംഘങ്ങളിൽ ചേർന്ന് അവരുടെ അംഗബലം വർദ്ധിപ്പിക്കുക. അങ്ങനെ ഏതൊരു വിഭാഗത്തിന്റെയാണോ അംഗബലം ഒരാൾ വർദ്ധിപ്പിക്കുന്നത് എങ്കിൽ ഫോമിന്നും ആ കൂട്ടത്തിലാണ് അവൻ എണ്ണപ്പെടുക. നമ്മളവിടെ പോകുന്നല്ലുള്ളൂ, നമ്മളത് കേൾക്കുന്നല്ലുള്ളൂ, നമ്മളത് കാണുന്നല്ലുള്ളൂ, അതുകൊണ്ടൊക്കെ എന്താ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് എന്താണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ കസ്സറ സവാദ ഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ജനവിഭാഗത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചത് ആരാണോ അവൻ അക്കൂട്ടത്തിൽ എണ്ണപ്പെടൂ. ഇപ്പം കണ്ടില്ലേ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാനും തോന്നിവാസം പറയാനും വേണ്ടിയിട്ട് കുറച്ചാളുകൾ ഉളുപ്പില്ലാത്ത, ആദ്യം തന്നെ മേപ്പരില്ലാത്തവൻ എന്ത് തീപ്പേടിയാന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ജീവികളുണ്ട്. അതിനവർ ചില ആലകൾ തുറന്നു വെച്ചിട്ടുമുണ്ട്. ആ ആലയിൽ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് സുബീക്ക് വരെ പോയി കുത്തിരിക്കുന്ന ആളുകൾ ഫഹുവ മിൻഹും. നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. മൻ കസ്സറ സവാദ ഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ജനവിഭാഗത്തിന്റെ അംഗസംഖ്യ ആര് വർദ്ധിപ്പിക്കുന്നോ അവനെ അക്കൂട്ടത്തിൽ എണ്ണപ്പെടും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, മറ്റൊരു ഹദീസ്. ഒരു ജനവിഭാഗത്തോട് ഒരുത്തൻ സാമ്യത പുലർത്തിയാൽ, സാമ്യമായ അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ ആചാരത്തിൽ, അവരുടെ നടപടിയിൽ ഒരു ജനവിഭാഗത്തോട് സാമ്യമായാൽ ഫഹുവ മിൻഹും, ഓരോ കൂട്ടത്തിലാണ്. എന്താണ് ഈ പറയുന്ന ഈ മാവേലി മന്നൻ? ഇതിന് ചരിത്രത്തിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ? മാവേലി നാട് വാണിടും കാരം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല, കള്ളപ്പറയും എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല എന്നാണ്. എല്ലാവരും സ്വർഗതുല്യമായിട്ടായിരുന്നു. എന്നിട്ട് പിന്നെ അസൂയാലുക്കളായ ബ്രാഹ്മണന്മാര് ഈ താമജാതിയിൽപ്പെട്ട രാജാവിനെ ഈ സൽക്കർമ്മം കണ്ടിട്ട് അസൂയാലുക്കളായി അവർ ദൈവത്തിനോട് അനുവാദം വാങ്ങി ഒരു വലിയ ആള് ഒരു മനുഷ്യരൂപത്തിൽ, ഒരു ഭിക്ഷുവിന്റെ രൂപത്തിൽ വന്നു, ഭിക്ഷയാചിച്ചു. അങ്ങനെ
ചുരുക്കി പറയാ, ഭൂമിയും സ്വർഗവും രണ്ടടി കൊണ്ട് അളന്നെടുത്ത് മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാത്തവ തലയിൽ ചവിട്ടാൻ പറഞ്ഞു. അങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താറ്റി എന്ന് പറയുന്ന അർത്ഥശൂന്യവും ബുദ്ധിരഹിതവുമായ എന്തോ ചില കള്ള കെട്ടുകഥകളുടെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കെട്ടിയേൽപ്പിച്ച് ഇന്നതൊരു ദേശീയ ആഘോഷമായി ചിത്രീകരിക്കപ്പെട്ടു. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് കുറെ ആളുകൾ ഒരു ഓലക്കൊട ചൂടിയ ഒരു കൊടവയറന്റെ രൂപത്തിൽ മാവേലിയെ ചിത്രീകരിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ, അതിന് പൂവിടലും നിറവറ വെക്കലും നിലവിളക്ക് കൊളുത്തലും എന്ന് വേണ്ട കുറെ തോന്നിവാസങ്ങൾ, അനിസ്ലാമികമായ കുറെ തമ്മാടിത്തരങ്ങൾ, അതിന് ക്ലബിന്റെ പേരിലോ മറ്റെന്തോ സാംസ്കാരിക സംഘടനകളുടെ പേരിലോ എന്തൊക്കെയോ പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുമ്പോ നമുക്കൊരു സംസ്കാരമില്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തിൽ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? ഈ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ വെറും 24 ഹർഫ് ആണോ? അങ്ങനെയാണോ മനസ്സിലാക്കി? വെറും 24 ഹർഫ് ഉൾക്കൊള്ളുന്ന ഒരു കലിമത്ത് അല്ല, മറിച്ച് അതൊരു സംസ്കാരത്തിന്റെ ചിഹ്നമാണ്. അള്ളാഹുവും അവന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൽപ്പിച്ചത് ഞാൻ എന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമെന്നും അവർ വിരോധിച്ചത് ഞാൻ വെടിയുമെന്നുമുള്ള പ്രതിജ്ഞയാണ്. അതിനനുസരിച്ചുള്ള ജീവിതമാണ് ദീൻ. ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയ കെട്ടുകഥകളുടെ പിന്നിൽ പോയി എന്തുമാകാ, ദുന്യാവിൽ ആരും നമ്മളോട് ചോദിക്കാനില്ല എന്ന അഹങ്കാരം നമ്മളൊക്കെ മനസ്സിലാക്കണം. നമ്മൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു തരുന്ന ഭക്ഷണം കഴിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ വായു ശ്വസിച്ച്, അവന്റെ ഭൂമിക്ക് മുകളിൽ, അവന്റെ ആകാശത്തിന്റെ കീഴിൽ, അവന്റെ ദൃഷ്ടിയിൽ ജീവിക്കുന്നു. നമ്മുടെ വനാതലങ്ങളിലേക്ക് താക്കീതായി അല്ലാഹു തആല പറയുന്നു, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ റബ്ബുണ്ട്. റബ്ബിന്റെ നിരീക്ഷണത്തിൽ നിന്നിട്ട് ഒരു സെക്കൻഡ് സമയം മാറി പോകാൻ നമുക്കാർക്കും കഴിയില്ല എങ്കിൽ ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹും റസൂലും പറഞ്ഞതും കൽപ്പിച്ചതും ജീവിതത്തിൽ പകർത്തുകയും വിരോധിച്ചതും വെടിയുകയും ചെയ്തവർക്ക് മാത്രമേ മുസ്ലിം എന്ന് പറയൂ. മറിച്ചാണെങ്കിൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, വെറും ഐതിഹ്യങ്ങളുടെയും കെട്ടുകഥകളുടെയും പിന്നിൽ പോകുന്ന ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരാൻ പോകുന്നവർ ഓൻ അക്കൂട്ടത്തിലാണ്, ഹുവ മിൻഹും, അവൻ അക്കൂട്ടത്തിലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇനി ആ ആചാരം നിൽക്കുന്നില്ല, കാണാൻ പോയിട്ടുള്ളൂ, കേൾക്കാൻ പോയിട്ടുള്ളൂ എങ്കിൽ മൻ കസ്സറ സവാദ ഖൗമിൻ ഫഹുവ മിൻഹും, ഒരു വിഭാഗത്തിന്റെ അംഗസംഖ്യ ആര് വർദ്ധിപ്പിച്ചോ അവൻ അക്കൂട്ടത്തിലാണ്. അതും രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളത്, ആദ്യം പറഞ്ഞത് ആചാരത്തിലും നടപടികളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ അവരോട് സാമ്യതയാവുണ്ടെങ്കിലാണ് തശബ്ബഹ എന്നത്. അതൊന്നുമില്ല, നമുക്ക് കേൾക്കുക, കാണുക, നമ്മൾ ആസ്വദിക്കുക എന്ന നിലക്ക് മാത്രം ആ കൂട്ടത്തിൽ കൂടാൻ പോയാൽ ഫൗവമിന്നും എന്നതിൽ പെടില്ലെങ്കിൽ അവനെ പറ്റി പറയാറ് മൻ കഫറ സവാദ ഖൗമിൻ ഫൗവമിന്നും, കേൾക്കാൻ പോകുന്നവനും രക്ഷപ്പെടൂല, ചെയ്തവൻ ഏതായാലും രക്ഷപ്പെടൂല, ഫൗവമിന്നും എന്ന് പറഞ്ഞു. കാണാൻ പോയി കേൾക്കാൻ പോയ ഓനും രക്ഷപ്പെടൂല, കാരണം ഫൗവമിന്നും ഓനും അക്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ ഒരു സംസ്കാരമുണ്ട്. ഇന്ന് ദേശീയ സംസ്കാരം എന്ന പേരിൽ എന്തൊക്കെയോ അബദ്ധജടില നിങ്ങൾ കണ്ടില്ലേ, പുതിയ ഒരു കപ്പല് നീറ്റിലിറക്കാൻ വേണ്ടിയിട്ട് പൂജാകർമ്മങ്ങൾ, അതും ദേശീയാഘോഷാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂജയ്ക്ക് പോവുക. ഇങ്ങനെ ആരും എന്തും ദേശീയം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെയാണ് പോവുകയാണെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അവിടെ ബാക്കി. അപ്പൊ അങ്ങനെ ഒരു ദേശീയമൊന്നുമില്ല, മറിച്ച് അതൊരു സമുദായത്തിന്റെ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന കേവലം ഐതിഹ്യങ്ങളെ മാത്രം പിന്തുടരുന്ന ഒരു മതാചാരമാണ്. മുസ്ലിങ്ങൾക്ക് അത് പിന്തുടരാൻ പാടുള്ളതല്ല.